എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നാളെ മുതൽ നമ്മളൊരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ്, കഴിഞ്ഞ ആഴ്ചകളെ പോലെയല്ല, നമുക്ക് ഒരുപാട് പോസിറ്റീവ് ന്യൂസുകളുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഇറങ്ങാനുള്ളതൊക്കെ ഇറങ്ങി, FIs പരമാവധി സെൽ ചെയ്തു. ഇനിയും അവർ പൊസിഷൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, 92% പൊസിഷൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും DIs അതിശക്തമായ ബയ്യിങ്ങിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനുള്ളത് സെപ്റ്റംബർ 1st വീക്കാണ് നെക്സ്റ്റ് മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതായത് അടുത്ത ആഴ്ചയിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഹോളിഡേയും ഇല്ല. 5 വർക്കിംഗ് ഡേയ്സും മുഴുവനായിട്ട് നമുക്ക് കിട്ടും. കാരണം സാറ്റർഡേ ആണ് മീലാദുൻ നബി, ഫ്രൈഡേ ആണ് നിലവിൽ മീലാദുൻ നബി. ഒഫീഷ്യലി നമുക്ക് ഹോളിഡേ വരുന്നത് സാറ്റർഡേ ആണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് നമുക്ക് 5 സെഷനും ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, ഇപ്പോൾ നിഫ്റ്റി ഒരു സ്ട്രോങ് സപ്പോർട്ട് നിയർ ബൈ വന്ന് നിന്നിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്യുമോ ഇല്ല, അവിടെ നിന്നും ബൗൺസ് ആകുമോ, അതുപോലെ അടുത്ത ആഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഏതൊക്കെയാണ്, ഇവൻസുകൾ ഏതൊക്കെയാണ്, സോ എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. സെപ്റ്റംബർ മന്ത് സീരീസ് സ്റ്റാർട്ടാക്കി ഇപ്പോൾ ഒരു ദിവസം മാത്രമാണ് ആയിട്ടുള്ളൂ. ഇനി മാർക്കറ്റ് വിശേഷങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാനും അതുപോലെ എല്ലാ ദിവസത്തെയും ന്യൂസുകൾക്കും ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നമുക്ക് ആഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ 4 സെഷനാണ് ലഭിച്ചത് അല്ലേ? ആ 4 ദിവസത്തെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ, വ്യാഴാഴ്ച വലിയ കുഴപ്പമില്ലായിരുന്നു, ബാക്കി 3 ദിവസവും മോശം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ലാസ്റ്റ് ഫ്രൈഡേ അത് ഭയങ്കര വെറുപ്പിക്കൽ തന്നെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അനുഭവിച്ചതാണല്ലോ. ഓക്കെ, ലാസ്റ്റ് വീക്കിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ന്യൂസ് ഏതൊക്കെയായിരുന്നു എന്ന് നോക്കിയാൽ, നമുക്ക് ഫ്രൈഡേ ആഫ്റ്റർ മാർക്കറ്റ് ഹവേഴ്സ് ഇന്ത്യയുടെ GDP ഡാറ്റ പബ്ലിഷ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് പലപ്പോഴും സംശയമുണ്ടാകും, കഴിഞ്ഞ ആഴ്ചയെക്കുറിച്ച് ഇനി എന്തിനാണ് പറയുന്നത് എന്നുള്ളത്. എന്നാൽ പ്രീവിയസ് വീക്കിൽ വന്നിരിക്കുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ന്യൂസുകളുടെ റിഫ്ലക്റ്റ് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും, അതായത് വരുന്ന ആഴ്ച. ഈ GDP ഈ ക്വാർട്ടറിൽ 7.8% ഗ്രോത്ത്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ എക്കണോമിയെ ഡെഡ് എക്കണോമി എന്ന് കളിയാക്കിയിരുന്നു. അതായത് നിർജീവമായ എക്കണോമി എന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സ്പെക്ടേഷൻ തന്നെ 7.2%. അത് 7.8% എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് അത്. അത് മാത്രമല്ല, GDPയുടെ ഈ ന്യൂസ് വന്നതിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്കമിങ്ങിൽ നടക്കാനിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ ഇനിയും കുറച്ചുകൂടെ റേറ്റ് കട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഡിസിഷൻ ഒക്ടോബർ 1 ആയിരിക്കും. സോ ഒക്ടോബർ 1 റേറ്റ് കട്ട് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റീസ് അധികമാണ്. മറ്റൊന്ന്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ജപ്പാൻ യാത്ര കഴിഞ്ഞ് ചൈനയിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം റഷ്യയിലേക്ക് പോകും. ഗ്ലോബൽ ലെവലിൽ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ, ചൈന, റഷ്യ തുടങ്ങി ഈ 3 രാഷ്ട്രങ്ങളും സ്ട്രോങ് എക്കണോമിക് കൺട്രികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക് സ്ട്രോങ് ആയ ഈ 3 രാജ്യങ്ങളിലേക്ക് 50% താരിഫ് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അതൊരു നല്ല പോസിറ്റീവ് വിഷയം തന്നെയാണ്. കഴിഞ്ഞ ഫ്രൈഡേ US മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US അഫിലേറ്റ് കോർട്ട് ട്രംപിൻ്റെ താരിഫിനെ പറ്റി ഇല്ലീഗൽ ആണ് എന്നൊരു ജഡ്ജ്മെൻറ്റ് കൊടുത്തു. ഒക്ടോബർ 14 ഇതിനെപ്പറ്റി അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതാണ് എന്നും കൂടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസ് വന്നതിന് ശേഷം ഈ ജഡ്ജ്മെൻറ്റ് നിങ്ങൾ തീർച്ചയായും
പിൻവലിക്കണം, സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ട്രംപിൻ്റെ ലീഗൽ അഡ്വൈസർ ഒരു പെറ്റീഷനും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിനുശേഷം അമേരിക്ക ഈ താരിഫ് അത്രയും സ്റ്റോപ്പ് ചെയ്താൽ നാളെ അമേരിക്ക എന്ന രാജ്യം നാശത്തിലേക്ക് പോകുമെന്നും എക്കണോമിക് ബേസ് അമേരിക്കയ്ക്ക് ഇത് വലിയ നെഗറ്റീവ് ന്യൂസായി മാറുമെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ. അതായത് ട്രംപിൻ്റെ ആശങ്കകൾ എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി അയാൾ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഈ മാർക്കറ്റുകൾക്ക് വരുന്ന ആഴ്ച, വരുന്ന ദിവസങ്ങളിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അടുത്തത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂ ബൈയിങ് തന്നെയാണ്. ലാസ്റ്റ് ഫ്രൈഡേ മാത്രം അവർ ആൾമോസ്റ്റ് 11,500 crore രൂപയുടെ പർച്ചേസാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത്. പക്ഷേ ഒരു പക്ഷേ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലാക്കുകയാണെങ്കിൽ ഇനി പറയാനിരിക്കുന്ന നെഗറ്റീവ് ന്യൂസുകളുടെ, നെഗറ്റീവ് വിഷയങ്ങളുടെ പിൻബലത്തിൽ മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് പോകാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നതെങ്കിൽ അത് ഏതുവരെ പോകും എന്നുള്ളത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് നോക്കാം. ഇതുവരെയുള്ള പോസിറ്റീവ് ന്യൂസുകൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സഞ്ചരിക്കുന്ന 3 രാഷ്ട്രങ്ങൾ എക്കണോമിക്കലി സ്ട്രോങ് ആണ്. അതുപോലെ ട്രംപിന് എതിരായിട്ട് അവിടുത്തെ അഫിലിയേറ്റ് കോടതി തന്നെ അയാളുടെ ടാരിഫ് എല്ലാം തന്നെ ഇല്ലീഗലാണ് എന്ന് പറഞ്ഞതും അതിനെക്കുറിച്ച് ഇനിയും അനൗൺസ്മെൻറ്റുകൾ നെക്സ്റ്റ് പറയാനിരിക്കുന്നു എന്നുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതൊരു പോസിറ്റീവ് ന്യൂസുകൾ തന്നെയാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച നെഗറ്റീവ് കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. മെയിനായിട്ട് വന്നിട്ട് നമ്മുടെ രൂപയുടെ മൂല്യത്തകർച്ച തന്നെയാണ്. രൂപ 87.7 എത്തിയിരിക്കുന്നത്. കണ്ടിന്യൂ ആയിട്ട് ഡിപ്രിസിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ് 85 വരെ വന്നിരുന്നു. ഇപ്പോൾ അത് ആൾ ടൈം ലോയ്ക്ക് അടുത്ത് വന്ന് നിൽക്കുന്നു, നിയർലി 88.10. മറ്റൊന്ന്, കറൻ്റ്ലി നമുക്ക് ഇപ്പോൾ 50% താരിഫാണ് ഉള്ളത്. അഡീഷണൽ താരിഫ് കഴിഞ്ഞ ആഗസ്റ്റ് 27 ഇംപ്ലിമെൻ്റ് ആയത് നമുക്കൊക്കെ അറിയാം. ഗ്ലോബൽ ലെവലിൽ അമേരിക്ക വിധിച്ച 50% താരിഫ് ലിസ്റ്റിൽ ഉള്ള രാജ്യങ്ങൾ ആകെ 2 എണ്ണമാണ്. ഒന്ന് നമ്മുടെ ഇന്ത്യയും മറ്റൊന്ന് ബ്രസീലും. അവിടെ തന്നെ ആ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത്രയും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഈ 2 രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് 50% താരിഫ് എന്നുള്ളത് നോക്കുമ്പോൾ അതൊരു വലിയ നെഗറ്റീവ് തന്നെയാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അവർ ലാസ്റ്റ് ഫ്രൈഡേ പർട്ടിക്കുലറാ 83,000 crore രൂപയ്ക്ക് സെൽ ചെയ്തിരിക്കുന്നു. ഈ ഒരു വർഷം മാത്രം അവർ നോക്കുകയാണെങ്കിൽ 2 lakh crore രൂപയ്ക്ക് സെൽ ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആശ്വസിക്കാൻ വകയുണ്ട്. അവർ ഈ ഒരു വർഷത്തിൽ 5 lakh crore രൂപയ്ക്കാണ് ബൈ ചെയ്ത് മാർക്കറ്റിനെ വലിയ ഒരു ക്രാഷ് ആവാതെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വീക്കിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഒരു 2-3 കാര്യങ്ങൾ മാത്രമേ ഒരു നെഗറ്റീവ് ബേസിലുള്ളത്. അതായത് ഈ ട്രംപിൻ്റെ 50% താരിഫ് ഈ 2 രാഷ്ട്രങ്ങൾക്ക് മാത്രം എന്നുള്ളത്, മറ്റൊന്ന് FIRസിൻ്റെ കണ്ടിന്യൂസ് സെല്ലിംഗ്, രൂപയുടെ മൂല്യത്തകർച്ച. ഈ ഒരു 3 കാര്യങ്ങളല്ലാതെ കൂടുതലും പോസിറ്റീവ് കാര്യങ്ങളായിരുന്നു പ്രീവിയസ് വീക്കിൽ നടന്നിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് വാച്ച് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ഇവൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ സെപ്റ്റംബർ 1 മൺഡേ ഇന്ത്യയുടെ GST കളക്ഷൻ ഡാറ്റ വരുന്നുണ്ട്. ശേഷം ഓട്ടോ സെയിൽസ് ഡാറ്റയും വരും. ട്യൂസ്ഡേ യൂറോപ്യൻ യൂണിയൻ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. പ്രീവിയസ് 2% ആണ് എക്സ്പെക്റ്റേഷൻ, 2.1%. അന്ന് ഈവനിങ് US നിന്ന് ISM മാനുഫാക്ചറിങ് PMI ഡാറ്റ വരും. ഇനി വെനസ്ഡേ ആണ് US നിന്ന് ജോബ് ഓപ്പണിങ്സ് ഡാറ്റ വരും. തേഴ്സ്ഡേ പ്രത്യേകിച്ചൊന്നുമില്ല. ഫ്രൈഡേ US നിന്ന് നോൺ ഫാം പേറോൾസ് ഡാറ്റ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വരുന്നുണ്ട്.
ഇതൊക്കെയാണ് നമ്മൾ വാച്ച് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ഇവൻറ്റുകൾ എന്ന് പറയുന്നത്. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസിലേക്ക് പ്രീവിയസ് വീക്കിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 443 പോയിന്റ് ഡൗൺ ആയി ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതായത് 1.75%. ബാങ്ക് നിഫ്റ്റി 2.7% ഡൗണിൽ ക്ലോസ് ചെയ്തു, അതായത് 1500 പോയിന്റ്. ഓക്കെ, സെൻസെക്സ് 1.85 പോയിന്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഡൗണിൽ 1497 പോയിന്റ്. 79,079 ഇപ്പോൾ സെറ്റായിരിക്കുന്നത്. പ്രീവിയസ് വീക്കിൽ 13 സെക്ടറുകളിൽ ഒരേ ഒരു സെക്ടർ മാത്രമാണ് ഹൈയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്, FMCG ആയിരുന്നു. അത് മാത്രമാണ് 0.75% ഹൈയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റുള്ള എല്ലാ സെക്ടറുകളും വന്ന് 1% മുതൽ 5% വരെ ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ റിയാലിറ്റി സെക്ടർ 4.5% ഡൗൺ ആയിരിക്കുകയാണ്. മിഡ് അതുപോലെ സ്മോൾ ലാർജ് ക്യാപ്പുകൾ 3.5%, 4%, 5% ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രീവിയസ് വീക്കിലെ റിപ്പോർട്ടുകൾ. ഇനി നമുക്ക് അടുത്ത ആഴ്ച സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് മുതൽ എക്സ്പയറി ഡേറ്റ് മാറ്റിയിട്ടുണ്ട്, അതായത് അടുത്ത ആഴ്ച മുതൽ ട്യൂസ്ഡേ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയും സെൻസെക്സ് വന്നിട്ട് തേഴ്സ്ഡേയുമാണ്. അങ്ങനെ തിരിച്ചും മറിച്ചും ആക്കിയെന്ന് മാത്രം. ഇനി നിഫ്റ്റിയുടെ ഒരു വെരി സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,350 ആണ്. ഇത് ആഗസ്റ്റ് മാസം ക്രിയേറ്റ് ചെയ്ത ലോ ആണ്. ഇവിടെ നിന്നും 25,150 വരെ പോയിട്ട് വീണ്ടും 24,500 വന്ന് സെറ്റിലായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 24,350 എന്നുള്ളത് വെരി വെരി സപ്പോർട്ട് സോണാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 400 and 500 പോയിന്റ്സ് ഡൗൺ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വന്നാൽ നെക്സ്റ്റ് സപ്പോർട്ട് 23,900 ലെവലിലായിരിക്കും. ഈ ലെവലിൽ മാർക്കറ്റ് വന്ന് ലാൻഡ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് 24,350 ഡീപ്പായിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. 75 പോയിന്റ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ 24,350 ഉള്ളൂ. കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ആയത് 24,425 ഈ 75 പോയിന്റ് താഴ്ന്ന് 24,350 നിന്ന് മാർക്കറ്റ് ബൗൺസ് ആയാൽ ഓക്കെ, ഇല്ല എങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തേ തീരൂ എന്നായാൽ ഒന്നും ആലോചിക്കാനുള്ള 23,950 തന്നെയായിരിക്കും നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ 24,350 നിന്ന് ബൗൺസ് ആയാൽ 24,700 നിന്ന് 24,800 വരെയൊക്കെ നീങ്ങാനുള്ള ഒരു ചാൻസ് ധാരാളമുണ്ട്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായിരുന്നാലും ഒരു ഡൗൺ ടെൻഡൻസി തന്നെയാണ് നിലവിൽ മാർക്കറ്റിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പോസിറ്റീവ് ന്യൂസുകൾ വെച്ച് നോക്കുമ്പോൾ മുകളിലേക്ക് പോവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ 24,350 താഴെ ബ്രേക്ക് ചെയ്താൽ 23,900, 23,950 വരെ വന്ന് നിഫ്റ്റി ലാൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. നമുക്ക് ചാർട്ടിലേക്ക് വരുമ്പോൾ ഇത് നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ക്യാൻഡിലാണ്. നമുക്കത് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്ന സമയത്ത് നോക്കൂ, നിങ്ങൾക്ക് കണ്ടിന്യൂ 5 ഡേ, അതായത് ഇത് തേഴ്സ്ഡേ, പ്രീവിയസ് തേഴ്സ്ഡേ, കഴിഞ്ഞ വ്യാഴാഴ്ചയല്ല, അതിനും മുൻപത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, അതിനിടയ്ക്ക് മൺഡേ സ്ലൈറ്റ്ലി ഗ്രീനിൽ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ട്യൂസ്ഡേ, വെനസ്ഡേ നമുക്ക് ഹോളിഡേ ആയിരുന്നു, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഇതിൽ ഫ്രൈഡേ ആണ് നമ്മളെ നല്ലവണ്ണം കബളിപ്പിച്ചത്. തേഴ്സ്ഡേ വലിയ പ്രയാസം ഇല്ലായിരുന്നു. അപ്പോൾ ഒരു വെർട്ടിക്കൽ ലെവലിൽ തന്നെ ഡൗൺ ആയി എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് നോക്കൂ, 24,343, 24,350. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നോക്കിക്കോളൂ, ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്?
ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഫോമായ സ്ഥിതിക്ക് ഇപ്പോൾ ബോട്ടം വരെ വന്നിട്ടുണ്ട്. ഇത് താഴത്തേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലാണല്ലോ. അങ്ങനെ വരികയാണെങ്കിലാണ് പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് മെയ് 9, ഈ മെയ് 9 ഗ്യാപ്പ് ഫിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 23,950 ഇതുവരെ വന്ന് ഇവിടെ നിന്നായിരിക്കാം റിവേഴ്സ് പോകുന്നത്. അപ്പോൾ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പൂർണ്ണമാവുകയും ചെയ്യും. അല്ല, ഇനി താഴത്തേക്ക് വരുന്നില്ല, മുകളിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ 24,350 നിന്ന് ബൗൺസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് 24,690, 24,700, 24,700, 24,700, 24,700 ആയിട്ട് 24,800 എന്നുള്ളൊരു റേഞ്ച് എത്തും. ഓക്കെ, ഈ 24,350 താഴെ പോയിട്ടില്ലെങ്കിൽ. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾ ഇത്തരം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സോൺ നാളെ 24,426 നിന്ന് 24,350, അതിനുശേഷം വെയിറ്റ് ചെയ്യുക തന്നെ വേണം. 1 ഡേ ടൈം ഫ്രെയിമിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് താഴേക്ക് പ്രതീക്ഷിക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ 53,655 ഉള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഡൗൺ ആവുകയാണെങ്കിൽ 53,100, 130, അവിടെ നിന്നും വീഴുകയാണെങ്കിൽ 51,750 റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 54,360 ആ റേഞ്ചിലായിരിക്കും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് വീക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നാളെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനായിട്ട് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആലോചിക്കാനില്ല. 24,350 എന്നുള്ളത് തന്നെയാണ് സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. റെസിസ്റ്റൻസ് ആയിട്ട് 54,100. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നാളെ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യുക. അപ്പോൾ നാളെ ബ്രേക്ക് നടത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. ബൈ.